DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് ഉള്ളവർക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനാൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ഈ അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ആധാറിൽ പുത്തൻ പരിഷ്കരണങ്ങൾ വരുത്താൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. ഈ വർഷം നവംബറോടെയായിരിക്കും പരിഷ്കരണം ഉണ്ടാവുക. ഇത് സംബന്ധിച്ച സൂചനകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ CEO ഭുവനേഷ് കുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി ലഘൂകരിക്കുകയും ആധാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങളായിരിക്കും വരിക. ആധാറിലെ വിവരങ്ങളിൽ വിരലടയാളവും ഐറിസും ഒഴികെ ഉപയോക്താവിന് വീട്ടിൽ തന്നെ ഇരുന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതുകൂടാതെ QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ആധാർ സംവിധാനവും രൂപീകരിക്കും. ഇതോടെ ആധാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് സമർപ്പിക്കുന്നതിന് മാറ്റവും ഉണ്ടാകും. ഹോട്ടൽ ചെക്കിനുകൾ, ട്രെയിൻ യാത്ര, പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങളിൽ ഇനി ആധാർ ഇങ്ങനെ ഉപയോഗിക്കാനാകും. പൂർണ്ണമായ ഡാറ്റയോ ഭാഗികമായ ഡാറ്റയോ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ഉപയോക്താവിന് തീരുമാനിച്ച് ആധാർ ഡിജിറ്റലായി ഷെയർ ചെയ്യാൻ കഴിയും. ഇതിലൂടെ ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആധാർ അധിഷ്ഠിത സേവനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് UIDAI ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ CEO പറഞ്ഞു. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അതായത് ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമായിട്ടും മറ്റ് അപ്ഡേഷനുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഈ ഒരു പുതുക്കലാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ്, പെൻഷൻ മസ്റ്ററിംഗ്, ബാങ്ക് KYC തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാണ്. അതിനാൽ 10 വർഷം കഴിഞ്ഞ് ആധാർ കാർഡുകൾ പുതുക്കാത്തത് മൂലം നിരവധി പേരുടെ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വെരിഫിക്കേഷൻ ആധാർ അധിഷ്ഠിതമാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് OTPയും വരും. ഈ OTP കൃത്യസമയത്ത് ലഭിക്കാതെ വരുന്നത് ഗുണഭോക്താക്കൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനാണ് ഈ ജൂൺ 14 വരെ സർക്കാർ സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി വീണ്ടും 1 വർഷത്തേക്ക് കൂടി UIDAI നീട്ടിയിരിക്കുകയാണ്. 2026 ജൂൺ 14 വരെ ആധാർ കാർഡ് ഉടമകൾക്ക് ഫീസ് നൽകാതെ തങ്ങളുടെ വിവരങ്ങൾ പുതുക്കാം. നേരത്തെ നിരവധി തവണ സൗജന്യ അപ്ഡേറ്റിന്റെ സമയപരിധി കേന്ദ്രം നീട്ടിയിരുന്നു. ഈ സൗകര്യം നീട്ടിയില്ലായിരുന്നുവെങ്കിൽ ജൂൺ 14 ശേഷം വിവരങ്ങൾ പുതുക്കാൻ ഫീസ് നൽകേണ്ടി വരുമായിരുന്നു. ലക്ഷക്കണക്കിന് ആധാർ കാർഡ് ഉടമകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനാണ് സമയപരിധി വീണ്ടും നീട്ടിയതെന്ന് UIDAI അറിയിച്ചു. മൈആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭ്യമാകുക. പേര്, വിലാസം, ജനനത്തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പോർട്ടൽ വഴി ഓൺലൈനായി സൗജന്യമായി പുതുക്കാം. എന്നാൽ ഫോട്ടോ, ബയോമെട്രിക് വിവരങ്ങൾ, ഐറിസ് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യാൻ ആധാർ കേന്ദ്രങ്ങളോ അക്ഷയ കേന്ദ്രങ്ങളോ സന്ദർശിക്കണം. 2016 ആധാർ എൻറോൾമെന്റ് ആൻഡ് അപ്ഡേറ്റഡ് റെഗുലേഷൻസ് പ്രകാരം ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷം കഴിയുമ്പോൾ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആധാർ പുതുക്കുമ്പോൾ നിങ്ങളുടെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി ചേർക്കുവാൻ ശ്രദ്ധിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ OTP ഒക്കെ ലഭിക്കുന്നതിന് ആധാറിൽ ആക്റ്റീവായ മൊബൈൽ നമ്പർ ചേർക്കേണ്ടതുണ്ട്. ഇക്കാര്യവും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ പല കുട്ടികളുടെയും വിവരങ്ങൾ സമന്വയ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അധ്യാപക തസ്തിക നിർണയത്തിൽ ആധാറുള്ള കുട്ടികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നേരത്തെ അപേക്ഷിച്ചിട്ടും ആധാർ കിട്ടാത്തവരെ കൂടി സർക്കാർ പരിഗണിക്കുമെന്നാണ് സൂചന. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആധാർ കാർഡ് എടുക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് IT മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ കാർഡിന് അപേക്ഷിക്കാം. മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തിയാകും ആധാർ അനുവദിക്കുക. 5 വയസ്സാകുന്നതോടെ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ആധാറിൽ ഉൾപ്പെടുത്തും. 15-ാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായി പുതുക്കണം. 5-ാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 7 വയസ്സിനുള്ളിലും 15-ാം വയസ്സിലെ പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ സേവനം സൗജന്യമായിരിക്കും. പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകും. സ്കൂൾ പ്രവേശനം മുതൽ മത്സര പരീക്ഷകൾക്ക് വരെ ആധാർ ആവശ്യമായതിനാൽ കുട്ടി ജനിക്കുമ്പോഴേ ആധാർ എടുക്കണം. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, പാൻ കാർഡ് തുടങ്ങിയവയ്ക്കൊക്കെ ആധാർ ഉപയോഗിക്കുന്നതിനാൽ കുട്ടികളുടെ ബയോമെട്രിക് പുതുക്കുവാൻ ശ്രദ്ധിക്കുക. ആധാറുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.